ജിപോർട്ട് ഫാമിലി. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് ഇതാ നമ്മുടെ ക്ലാസ് 4ന്റെ എക്സാം ആവാനായിട്ടുണ്ട് അല്ലെ. അപ്പൊ നാളെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം ആണ്. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് ഇംഗ്ലീഷിന് മാർക്ക് വാങ്ങണ്ടേ? നമുക്ക് ഇംഗ്ലീഷിന്റെ മാർക്ക് നിങ്ങൾക്ക് സെറ്റ് ആക്കി തരാൻ വേണ്ടിയിട്ട് മിസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ടും എക്സാമില് കോൺവെർസേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് ആ കോൺവെർസേഷൻ എങ്ങനെയാ എഴുതേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ സെറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമുക്ക് എന്തായാലും ആ ക്ലാസ് 4ലെ ഇംഗ്ലീഷ് എക്സാമിന് ഒരു മാർക്ക് പോലും കുറയേണ്ട, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. റെഡി? ഓക്കെ, അപ്പൊ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? മിസ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ തിരിച്ചും മിസ്സിനോട് സംസാരിക്കുകയാണ് അല്ലെ. അപ്പൊ രണ്ടു പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? കോൺവെർസേഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ സംഭാഷണം എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺവെർസേഷനെ എങ്ങനെയാണ് നമ്മൾ എഴുതുക, എക്സാമിന് എഴുതുക എന്നാണ് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺവെർസേഷൻ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് രണ്ട് തരത്തിൽ കോൺവെർസേഷൻ ചോദിക്കാറുണ്ട്. ഒന്നിങ്ങനെ കോൺവെർസേഷൻ ചോദിച്ചിട്ട് കംപ്ലീറ്റ് കോൺവെർസേഷൻ നിങ്ങളോട് തന്നെ എഴുതാൻ പറയും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതുപോലെ കോൺവെർസേഷൻ തരും, എന്നിട്ട് കുറച്ച് പാർട്സ് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പൊ ഇതുപോലെ രണ്ട് രീതിയിലും നിങ്ങളോട് എന്ത് ചെയ്യാറുണ്ട്? കോൺവെർസേഷൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. ഓൺ ദ വേ ടു ദ പാലസ് പിങ്കല മെറ്റ് നന്ദന ഹിസ് ഫ്രണ്ട്. അല്ലെ, അങ്ങനെ നമ്മുടെ പിങ്കലയും നന്ദനയും എല്ലാവരും, ആ നാട്ടിലുള്ള കുട്ടികൾ എല്ലാവരും ആ ഒരു സീഡ് വളർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അങ്ങനെ അത് വലിയ ചെടിയായി. കുറച്ചു പേരൊക്കെ കള്ളത്തരം കാട്ടിയിട്ട് എന്ത് ചെയ്തു? ആ വലിയ ചെടികളൊക്കെ ആയിട്ട് കിങ്ങിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ പാവം നമ്മളെ പിങ്കല എന്ത് ചെയ്യുന്നില്ല? ആ കള്ളത്തരം കാണിക്കുന്നില്ല അല്ലെ. അങ്ങനെ നമ്മുടെ പിങ്കലയും നന്ദനയും ഒക്കെ എവിടേക്ക് പോവാണ്? യെസ്, ആ ഒരു രാജാവിന്റെ വീട്ടിലേക്ക്, പാലസിലേക്ക്, കൊട്ടാരത്തിലേക്ക് പോവാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ പിങ്കല ആരെ മീറ്റ് ചെയ്തു? നന്ദനേനെ മീറ്റ് ചെയ്തു. അപ്പൊ ആ സമയത്ത് ഇവര് രണ്ടാളും പറയാൻ ചാൻസ് ഉള്ള ഒരു കോൺവെർസേഷനെ പറ്റിയിട്ടാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ 3 എക്സ്ചേഞ്ചുകളെങ്കിലും നിങ്ങൾ എഴുതാട്ടോ. എന്താണ് ഈ ഒരു 3 എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു പ്രാവശ്യം നന്ദന പറയാ, ഒരു പ്രാവശ്യം പിങ്കല പറയാ. അതെന്തായി? ഒരു എക്സ്ചേഞ്ച് ആയി. അടുത്ത പ്രാവശ്യം വീണ്ടും നന്ദന പറയാ, വീണ്ടും പിങ്കല പറയാ. ഇതെന്തായി? സെക്കൻഡ് എക്സ്ചേഞ്ച് ആയി. വീണ്ടും നന്ദന, വീണ്ടും പിങ്കല. അപ്പൊ 3 എക്സ്ചേഞ്ച് ആയി. അങ്ങനെ 3 എക്സ്ചേഞ്ചുകളെങ്കിലും നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ മിസ് ഇതാ അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും നമ്മുടെ നന്ദന ചോദിക്കുക? ഹേ പിങ്കല, വേർ ആർ യു ഗോയിങ്? ഹേ പിങ്കല, ഈ എവിടെയാണ് പോകുന്നത് അല്ലേ? വേർ ആർ യു ഗോയിങ്? പിങ്കല, ഐ ആം ഗോയിങ് ടു ദ പാലസ്. ഞാൻ എവിടെ പോവാ? ഞാൻ പാലസ്, കൊട്ടാരത്തിലേക്ക് പോവാ. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെയല്ലേ നമ്മുടെ പിങ്കല എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത്? ദ കിങ് വാണ്ട്സ് ടു സീ ആർ പ്ലാന്റ്സ്. അല്ലെ, ആ രാജാവ് നമ്മുടെ എല്ലാവരുടെയും ചെടികൾ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്ദന, ഓ യാ, ഐ ആം ഗോയിങ് ദേർ ടു ആൻഡ് മൈ പ്ലാൻ ഗ്രൂ റിയലി ബിഗ്. അല്ലെ, ഞാനും എന്ത് ചെയ്യാണ്? ഞാനും അവിടേക്ക് തന്നെയാ പോകുന്നത് അല്ലെ. ഞാനും രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ആൻഡ് മൈ പ്ലാൻ ഗ്രേറ്റ് അല്ലെ, ഗ്രൂ റിയലി ബിഗ്. അല്ലെ, അപ്പൊ എന്റെ പ്ലാന്റ് എന്ത് ചെയ്തു? നന്നായിട്ട് വലുതായി, വലിയ പ്ലാന്റ് ആയിട്ട് വളർന്നിട്ടുണ്ട്. ഗ്രൂ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോന്റെ പാസ്റ്റ് ടെൻസ് വളർന്നു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഗ്രൂ എന്ന് പറയട്ടോ. ഗ്രൂ, വളർന്നു. എന്റെ പ്ലാന്റ്സ് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. നന്ദനയും കള്ളത്തരം കാണിച്ചു അല്ലെ. പിങ്കല, ദാറ്റ്സ് ഗ്രേറ്റ് നന്ദന, ബട്ട് മൈ സീഡ് ഡിഡ്ന്റ് ഗ്രോ, ഐ ആം വെറീഡ്. അത് അടിപൊളിയായിട്ടുണ്ട് നന്ദന, പക്ഷെ എന്റെ സീഡ് എന്ത് ചെയ്തില്ലടാ? എന്റെ സീഡ് വളർന്നില്ല. എന്റെ സീഡ് എന്ത് ചെയ്തില്ല? ഇറ്റ് ഡിഡ്ന്റ് ഗ്രോ അല്ലെ, എന്റെ വളർന്നില്ല. ആൻഡ് ഐ ആം വെറീഡ്, എനിക്ക് വളരെ വിഷമമുണ്ട് അല്ലെ. വിഷമത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? വെറീഡ് ആവുക എന്ന് പറയാം. നന്ദന, ഡോണ്ട് വെറി പിങ്കല, യു ട്രൈഡ് യുവർ ബെസ്റ്റ്, ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. അല്ലെ, നീ വിഷമിക്കൊന്നും വേണ്ട പിങ്കല, നീ നിന്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടില്ലേ? നീ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്, നിന്റെ ബെസ്റ്റ് നീ ശ്രമിച്ചിട്ടുണ്ട്. ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. അല്ലെ, അതാണ് ശരിക്കും ഉള്ള കാര്യം. അല്ലെ, നീ ശ്രമിച്ചല്ലോ, അത് മതി, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിങ്കല, താങ്ക്സ് നന്ദന, ഐ ഹോപ്പ് ദ കിങ് വിൽ അണ്ടർസ്റ്റാൻഡ്. അല്ലെ, താങ്ക്സ് ഉണ്ട് നന്ദനെ. ആൻഡ് ഞാൻ വിചാരിക്കുകയാണ് കിങ്ങിന് മനസ്സിലാകും. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താടാ? മനസ്സിലാവുക. ഹോപ്പ് എന്ന് പറഞ്ഞാലോ? പ്രതീക്ഷിക്കുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചിരിക്കുക, പ്രതീക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹോപ്പ് ചെയ്യാന്ന് പറയാ അല്ലെ. അപ്പൊ കിങ്ങിന് എന്ത് ചെയ്യും? മനസ്സിലാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത്. നന്ദന, ഓഫ് കോഴ്സ് ഹി വിൽ, he is a fair king,
ഗുഡ് ലക്ക് പിങ്കല. യെസ്, ഉറപ്പായിട്ടും കിങ്ങിന് മനസ്സിലാവും അല്ലെ, നിന്റെ ചെടി വളരാത്തത് നിന്റെ കുറ്റമൊന്നല്ല, ഉറപ്പായിട്ടും കിങ്ങിന് മനസ്സിലാവും. ഹീസ് ഫെയർ എന്ന് പറഞ്ഞാൽ എന്താ? ന്യായമായിട്ട് എല്ലാരെയും ഒരുപോലെ കാണുന്നതിനെയാണ് ഫെയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കിങ് എന്താ? ഒരു ഫെയർ കിങ് ആണ്, ഒരു നല്ലവനായ കിങ് ആണ്, ഒരു ന്യായവും നീതിയും ഒക്കെ കാത്തു സംരക്ഷിക്കുന്ന ഒരു രാജാവാണ് നമ്മളത്. ഓക്കെ, അപ്പൊ സോ ഗുഡ് ലക്ക് പിങ്കല, നന്നായി വരട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദന വിഷ് ചെയ്യാം. അപ്പൊ പിങ്കല എന്ത് പറയും? താങ്ക്സ്, ഐ വിൽ നീഡ് ഇറ്റ്. ഗുഡ് ലക്ക് ടു യു ടു നന്ദന. ഓ താങ്ക്സ്, നീ ഇത് പറഞ്ഞപ്പോ എനിക്ക് സമാധാനായില്ലേ. ആൻഡ് ഗുഡ് ലക്ക് ടു യു ടു നന്ദന അല്ലെ, നിനക്കും ഗുഡ് ലക്ക്, നിന്റെതും നന്നായി വരട്ടെ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കോൺവെർസേഷൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇങ്ങനെ എന്തായാലും നിങ്ങൾ കോൺവെർസേഷൻ എഴുതാട്ടോ. ആൻഡ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, വളരെ ഷോർട്ട് ആയിട്ട് എഴുതിയാൽ മതി, ഒരുപാട് എഴുതണ്ട കേട്ടോ. ഒരാൾ പറയുന്നതന്നെ ഒരുപാട് എഴുതണ്ട, ഒരു സെന്റൻസിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? കംപ്ലീറ്റ് ചെയ്താൽ മതി. അത്രയും സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. റെഡി? ഇനി അടുത്ത കോൺവെർസേഷൻ നോക്കിക്കേ. പിങ്കലാസ് ഫാദർ റീച്ച് ദ പാലസ് ആൻഡ് മെറ്റ് കിങ് വിദ്യാധര. കിങ് വിദ്യാധര രാജാവിനെ പിങ്കലയുടെ ഫാദർ കാണാൻ വേണ്ടി പോവാണ്. കിങ് വിളിച്ചിട്ടുണ്ട് എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് അടുത്തത് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ഒരു ഡെമോ തന്നെ തന്നിട്ടുണ്ട് അല്ലെ, എന്താണ് ഇങ്ങനെ എഴുതേണ്ടത് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത്, ഇത് മൊത്തം ഒരു 2 പ്രാവശ്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നോക്കിക്കേ, ഫാദർ ഗുഡ് മോർണിംഗ് യുവർ മെജസ്റ്റി. ഫാദർ എന്താ പറയുന്നത്? ഗുഡ് മോർണിംഗ് രാജാവേ എന്ന് പറയൂ അല്ലെ. അപ്പൊ രാജാവ് ഒബ്വിയസ്ലി തിരിച്ചെന്തായിരിക്കും പറയാ? എന്തായാലും തിരിച്ചെന്തായിരിക്കടാ പറയാ? ഗുഡ് മോർണിംഗ് കമിൻ അല്ലെ, ഗുഡ് മോർണിംഗ് നീ കയറി വാ എന്നൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. ആൻഡ് ഫാദർ എന്താന്ന് പറയാ? നമുക്കറിയില്ലല്ലേ, എന്തായിരിക്കും എഴുതാ അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അടുത്ത സെന്റൻസ് വായിച്ചു നോക്കുക. കിങ് പറയാണ്, ഐ കോൾഡ് യു ടു ടെൽ എ ഹാപ്പി ന്യൂസ്. നിന്നോടൊരു സന്തോഷ വാർത്ത പറയാനാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് അല്ലെ. സോ അപ്പൊ ഫാദർ എന്തായിരിക്കും പറയാ? എന്താണ് രാജാവെ എന്നെ വിളിപ്പിച്ചത് എന്നായിരിക്കില്ലേ ചോദിക്കാം. റെഡി? അപ്പൊ ഫാദർ എന്തോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ കിങ് എന്ത് പറയുന്നുണ്ട്? ഐ ഹാവ് ഡിസൈഡഡ് ടു മേക്ക് യുവർ സൺ ദ ക്രൗൺ പ്രിൻസ് അല്ലെ, ഞാൻ നിന്റെ മകനെ രാജകുമാരനാക്കാൻ വേണ്ടി, ഇവിടത്തെ പുതിയ രാജാവാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഫാദർ എന്തായിരിക്കും ചോദിക്കടാ? ഹാപ്പി ന്യൂസ് എന്തായിരിക്കും എന്നായിരിക്കും അല്ലെ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഫാദർ എന്ത് പറയും? താങ്ക് യു രാജാവേ, അവനൊരു ഗുഡ് ബോയ് ആണ്, ഹീസ് എ ഗുഡ് ബോയ് എന്നൊക്കെ ആയിരിക്കും നമ്മുടെ ഫാദർ റിപ്ലൈ ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ അല്ലടാ? അപ്പൊ നമുക്ക് ആൻസർ നോക്കിയാലോ. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ ഫാദർ ഗുഡ് മോർണിംഗ് യുവർ മെജസ്റ്റി എന്ന് പറഞ്ഞു. അപ്പൊ കിങ് എന്ത് പറഞ്ഞിട്ടുണ്ടാവും തിരിച്ച്? ഗുഡ് മോർണിംഗ് പ്ലീസ് കം ഇൻ. ഗുഡ് മോർണിംഗ്, നീ അകത്തേക്ക് വാ. ഫാദർ താങ്ക് യു യുവർ മെജസ്റ്റി, ഐ എം ഓണേർഡ് ടു ബി ദർ അല്ലെ. ഓണേർഡ് ടു ബി ഹിയർ എന്ന് പറഞ്ഞാൽ എന്താടാ? ഇവിടെ വരാൻ പറ്റിയതിൽ അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ ഞാൻ വളരെ അഭിമാനം കൊള്ളുന്നു അല്ലെ. ഓണേർഡ് ആവാന്ന് പറഞ്ഞാൽ എന്താ? ആദരവ് തന്ന പോലെ അല്ലെങ്കിൽ അഭിമാനം കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയടാ? ഓണേർഡ് എന്ന് പറയാ കേട്ടോ. ആദരവ്, ആദരിക്കപ്പെട്ട പോലെ എനിക്ക് തോന്നുന്നു, ഞാൻ വളരെ ഓണേർഡ് ആയ പോലെ തോന്നുന്നു. കിങ് ഐ കോൾഡ് യു ടു ടെൽ എ ഹാപ്പി ന്യൂസ്. നിന്നോട് ഒരു വളരെ സന്തോഷ കാര്യം പറയാനാണ്, അല്ലെങ്കിൽ ഒരു സന്തോഷ നിറഞ്ഞൊരു ന്യൂസ് പറയാനാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത്. ഫാദർ വാട്ട് ഈസ് ഇറ്റ് യുവർ മെജസ്റ്റി, ഐ എം ഈഗർ ടു ഹിയർ അല്ലെ. എന്താണ് രാജാവേ അത്? എന്ത് കാര്യമാണ് എന്നോട് പറയാനുള്ളത്? ഐ എം ഈഗർ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ആകാംക്ഷയോടെ നിൽക്കാണ്, എന്താണ് എന്നറിയാനുള്ള ഒരു താല്പര്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്താന്ന് കേൾക്കാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടോ. എന്താണ് രാജാവേ കാര്യം? കിങ് ഐ ഹാവ് ഡിസൈഡഡ് ടു മേക്ക് യുവർ സൺ ദ ക്രൗൺ പ്ലീസ് പ്രിൻസ് ലെ, നിന്റെ മകനെ ഇവിടത്തെ രാജാവാക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫാദർ താങ്ക് യു യുവർ മെജസ്റ്റി, I am so proud of Pinkala. He is a good boy. He will make a great prince. അല്ലെ. അപ്പൊ ഫാദർ പറയാണ്, താങ്ക് യു അല്ലെ, താങ്ക്സ് രാജാവേ, ഐ എം സോ പ്രൗഡ് ഓഫ് പിങ്കല. പ്രൗഡ് ആവാന്ന് പറഞ്ഞാൽ എന്താടാ? അഭിമാനം കൊള്ളുക അല്ലെ. എന്റെ മകൻ പിങ്കലേനെ പറ്റി ആലോചിച്ചിട്ട് എനിക്ക് അഭിമാനമുണ്ട്. ആൻഡ് ഹീ ഈസ് എ ഗുഡ് ബോയ്, അവൻ നല്ലൊരു കുട്ടിയാണ്. ആൻഡ് ഹി വിൽ മേക്ക് എ ഗ്രേറ്റ് പ്രിൻസ് അല്ലെ, അവന് നല്ലൊരു രാജാവാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇത്രയും എഴുതിയാൽ എന്തായി? യെസ്, നമ്മുടെ
ആ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പൊ നാളത്തെ എക്സാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അടിപൊളിയായിട്ട് ചെയ്ത് ആൻഡ് കോൺവെർസേഷൻ മിക്കവാറും വരുന്നത് എവിടെ നിന്നായിരിക്കടാ, സീഡ് ഓഫ് ട്രൂത്ത് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ നമ്മൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞുമക്കളൊക്കെ എന്ത് ചെയ്യണം, വേഗം പോയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നാളെ എക്സാമിന് ഇതാ വരുന്ന ക്വസ്റ്റ്യനുമായിട്ട് ആദിത്യ മിസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നാളത്തെ എക്സാം നമുക്ക് അടിപൊളിയായിട്ട് എഴുതാം. അപ്പൊ എല്ലാവർക്കും ബൈ.